ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ ആഭിമുഖ്യത്തിൽ എയിൽസ്ഫോർഡ് തീർത്ഥാടനം നടത്തപ്പെട്ടു. രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കൽ നേതൃത്വം നൽകി. വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് ഉത്തരയും നൽകി പരിശുദ്ധ കനികാമറിയം പ്രത്യക്ഷപ്പെട്ടതിന്റെ സജീവ അടയാളമായി നിലകൊള്ളുന്ന എയിൽസ്ഫോർഡ് മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ എയിൽസ്ഫോർഡ് തീർത്ഥാടനം ഭക്തിസാന്ദ്രമായി. രൂപതയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന ആയിരക്കണക്കിന് വിശ്വാസികൾ അണിചേർന്ന തീർത്ഥാടനത്തിന് രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കൽ നേതൃത്വം നൽകി. ജപമാല പ്രാർത്ഥനയോടെയാണ് തീർത്ഥാടനം ആരംഭിച്ചത്. തുടർന്ന് രൂപത SMYM ഔദ്യോഗിക മ്യൂസിക് ബാൻഡായ സമയം ബാൻഡ് അവതരിപ്പിച്ച ഭക്തിനിർഭരമായ സൗണ്ട് ഓഫ് ഹെവൻ വർഷിപ്പ് നടന്നു. രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കലിൻ്റെ കാർമ്മികത്വത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചു. പ്രോട്ടോസിഞ്ചലൂസ് റവറൽ ഡോക്ടർ ആന്റണി ചുണ്ടലിക്കാട്, ചാൻസലർ റവറൽ ഡോക്ടർ മാത്യു പിണക്കാട്, രൂപതയുടെ വിവിധ മിഷനുകളിൽ നിന്നും എത്തിയ 25ഓളം വൈദികർ എന്നിവർ സഹകാർമ്മികരായിരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സീറോ മലബാർ സഭയുടെ പരമ്പരാഗത ശൈലിയിൽ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള തിരുനാൾ പ്രദക്ഷിണം നടന്നു. സ്നേഹവിരുന്നോടെയാണ് ഈ വർഷത്തെ തീർത്ഥാടന പരിപാടികൾ അവസാനിച്ചത്. തീർത്ഥാടനത്തിന്റെ ചീഫ് കോർഡിനേറ്റർ ഫാദർ സിനോജ് കളരിക്കലിന്റെ നേതൃത്വത്തിലുള്ള വിപുലമായ കമ്മിറ്റി പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്.